മക്കളെ ഗുഡ് മോർണിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗഫൂർ സാറാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ +1 ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാമത്തെ ഒരു സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സെറ്റ് എന്താണ്, ഒരു സെറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സെറ്റിൽ വരിക എന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ വൃത്തിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവരും ക്ലാസ്സിൽ കയറാൻ റെഡി അല്ലേ? ഫൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റിനെ രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു സെറ്റിനെ നമുക്ക് എത്ര തരത്തിൽ? രണ്ട് തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഒരു റെപ്രസെന്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ദ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നുള്ളതാണ് നമ്മൾ എഴുതിയ രീതി. രണ്ടാമത് അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്നും നമ്മൾ പറയും. റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇത് മക്കളെ, ഇത് എങ്ങനെയാണ് ഈ സാധനം ഒരു സെറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം. റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം. നമുക്ക് ഇഷ്ടമുള്ള ഫോമാണ് എന്ത്? റോസ്റ്റർ ഫോം. പെട്ടെന്ന് കഴിയും. സംഗതി വളരെ സിമ്പിൾ ആണ്. ഓരോ എലമെന്റ്സിനെയും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പെറുക്കി ഇടുന്നൊരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഈ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ സെറ്റ് കണ്ടോ? സെറ്റ് ഓഫ് 1 2 3 4 5 6 7 8 9 10. ഇതേ താഴെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഈ സെറ്റ് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഓരോ എലമെന്റ്സിനെയും, ഈ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും എന്ത് ചെയ്യുക? പെറുക്കി എന്ത് ചെയ്യുന്നു? ആ സെറ്റിനകത്തേക്ക് ഇടുന്നു. അത്രേ ഉള്ളൂ. ഇതിനെയാണ് എന്ത് പറയാ? റോസ്റ്റർ ഫോം. ഈ സെറ്റൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സെറ്റായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് മുന്നേ ഞാൻ തരാൻ പോവുകയാണ്. അത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം പേര്, കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ സെറ്റ് ഉണ്ടാക്കി. ഇവിടെ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു സെറ്റ് ഉണ്ടാക്കുക. ഇപ്പോ നിങ്ങളുടെ പേര് സപ്പോസ് ഒരു ഹിബ. എൻ്റെ അനിയത്തിയുടെ പേരാണ് ഹിബ. ഇതാണ് നിങ്ങളുടെ പേരെന്ന് വിചാരിക്കുക. ഈ ഹിബയെ, എൻ്റെ അനിയത്തിയെ ഞാൻ പിടിച്ച് സെറ്റിനകത്തേക്ക് ഇടുകയാണ്, സെറ്റിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് എലമെന്റ്സ് വരിക? എച്ച് ഉണ്ടാകും, ഐ ഉണ്ടാകും, ബി ഉണ്ടാകും, എ ഉണ്ടാവും. അപ്പോൾ ഒന്നുപോലും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് പോകില്ല. ഒന്നുപോലും പുറത്തേക്ക് പോകില്ല. ഇങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരിന് എന്ത് ചെയ്യണം? സെറ്റാക്കി എഴുതണം. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആയിരിക്കും, അൺഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളതാണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ എന്താകും? നിങ്ങൾക്ക് ഒരു എയിം കിട്ടും. എങ്ങനെയാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാന്ന് പറയട്ടെ. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ വായിച്ച് ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കി എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഫൈൻ, നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്? ഈ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് സെറ്റ്? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ വായിച്ചേ. എ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ആൻ ഇയർ ബിഗിനിങ് വിത്ത് ജെ. ജെ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളും. നമുക്കറിയാം ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? അതെ, ഒരു വർഷത്തിലുള്ളത് 12 മാസങ്ങളാണ്. അതിൽ ജെ വെച്ച് തുടങ്ങുന്ന മാസങ്ങളെയാണ് എന്ത് പറയേണ്ടത്? ആ സെറ്റാണ് എടുക്കാൻ പറഞ്ഞേ. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് വേറൊന്നുമല്ല, നിങ്ങളുടെ എക്സൈസ് 1.1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ അതിന്റെ 4th പേജിൽ. സി ലിസൺ. ജെ വെച്ച് തുടങ്ങുന്ന മാസങ്ങൾ ഒന്നാമത്തെ. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ സെറ്റിലേക്ക് കിടക്കാം. ജെ കൊണ്ട് തുടങ്ങുന്ന എല്ലാ മാസവും. ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി ഉണ്ടോ? ജെ കൊണ്ട് തുടങ്ങുന്നുണ്ടോ? ഇല്ല. മാർച്ച് ഇല്ല. ഏപ്രിൽ, അടുത്തത് മെയ് ഇല്ല. പിന്നെ ഏത് മാസമാണ്? ജൂൺ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ജെ കൊണ്ട് തുടങ്ങും. ജൂൺ കഴിഞ്ഞാൽ ഇറ്റ്സ് ജൂലൈ. ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇല്ല, സെപ്റ്റംബർ ഇല്ല, ഒക്ടോബർ ഇല്ല, നവംബർ ഇല്ല, ഡിസംബർ ഇല്ല. 12ൽ 3 മാസമാണ് ജെ എന്ന ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ പറ, ഇത് ഡിഫൈൻഡ് ആണോ അല്ലയോ? ജാനുവരി, ജൂൺ, ജൂലൈ ഇത് സെറ്റ് ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണ്, അതിന്റെ ഉത്തരം ശരിയാണ്, അത് സെറ്റാണ്, അത് സെറ്റാണ്. കാരണം അതിലാകെ ജാനുവരി, ജൂണ്, ജൂലൈ നമുക്ക് സ്പെസിഫൈ ചെയ്ത് എടുത്തു പറയാൻ പറ്റും. ഇപ്പോ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 നിൽക്കൂല, പോയിക്കൊണ്ടിരിക്കും. തിരിച്ചു വരില്ല, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ഇൻഫിനിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അതെ അത് സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇൻഫിനിറ്റ് ആണെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം വേറെ എന്തെങ്കിലും നമുക്ക് എന്താണെന്നറിയോ, ഒരു ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. ഇപ്പം മെസ്സി നല്ല ഫുട്ബോളറാ, സംശയമുണ്ടോ? സംശയമില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച 10 ഫുട്ബോളർമാർ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറയാ, ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഫുട്ബോളർമാർ എടുക്കാൻ വേണ്ടി പറഞ്ഞു. മെസ്സിനെടുക്കും. ആരൊക്കെ എടുക്കും നിങ്ങൾ? മെസ്സിനെടുക്കും, നെയ്മറിനെടുക്കും, റൊണാൾഡോനെടുക്കും, എംബാപ്പേനെടുക്കും. എടുക്കില്ലേ? എടുക്കും. ഞാൻ നിങ്ങളെ കൊണ്ട് ചോദിച്ച ഇതേ ചോദ്യം ഞാൻ വെറുതെ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച 10 പ്ലെയേഴ്സിന് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെയൊക്കെ ഒരു കാറ്റഗറി, അതായത് നമ്മുടെ ഇപ്പോഴുള്ളൊരു യുവതലമുറ, കുട്ടികളുടെ കാറ്റഗറി അല്ല കേട്ടോ. നിങ്ങൾക്ക് മുൻപ് റിട്ടയർ ആയി പോയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇത് നോക്കുമ്പം റൊണാൾഡിഞ്ഞോനെ പറയും, പെപ്പേനെ പറയും, കക്കനെ പറയും, അതൊക്കെ പറയും. ഇനി പിന്നാലേക്ക് പോകുമ്പോൾ ചില ആളുകൾ പെലെനെയൊക്കെ പറയും. പെലെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവില്ലേ? യെസ്, മറഡോണ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് പേരെന്തുണ്ട്, മികച്ച ഫുട്ബോളർമാരുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചോദിച്ചത് എന്താണ്, മികച്ച ഫുട്ബോളർമാർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്തടിസ്ഥാനത്തിൽ? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരടിസ്ഥാനമില്ല. ലോകത്ത് ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അതെന്ന് പറയാം, അതിൽ നിന്ന് ഏറ്റവും 10 പേരെ തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കളിക്കുന്നവരാണോ, അതോ റിട്ടയറായി പോയ ആളുകളാണോ, അതോ മരിച്ചു പോയ ആളുകളാണോ? അത് ഡിഫൈൻഡ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഫുട്ബോളർമാർ അല്ലെങ്കിൽ 5 ഫുട്ബോളർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, അത് ഡിഫൈൻഡ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോ കോപ്പ അമേരിക്ക നടന്നുകൊണ്ടിരിക്കുക, അർജന്റീനിയൻ ടീം സ്ക്വാഡ്, സെറ്റ് ഓഫ് ഓൾ ടീം മെമ്പേഴ്സ് ഇൻ അർജന്റീനിയൻ ടീം സ്ക്വാഡ്. എന്താണ്? സെറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ യൂറോ കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഫൈനലിലത്തെ ടീമാ, അവരുടെ കാര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. സെറ്റ് ഓഫ് ഓൾ ടീം മെമ്പേഴ്സ് ഇൻ ഇംഗ്ലണ്ട്, ദോസ് ആർ പ്ലേയിങ് ഇൻ യൂറോ കപ്പ്. അത് ഡിഫൈൻഡാ. കാരണം എന്താ, ആ പിള്ളേരെ മാത്രം, അവരെ മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പൊ കളിക്കുന്ന ആളുകളെ, പ്ലെയേഴ്സിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പം അത് 11 ആവാം, 15 ആകാം, 20 ആകാം, 30 ആകാം, എത്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതെന്താ, അത് ഡിഫൈൻഡ് ആണ്. പക്ഷെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള കേസ് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയരുത്. ഏത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച 10 ഫുട്ബോളേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംശയം വന്നു, ഇയാളിപ്പോൾ ചോദിച്ചത് ഏതാ, ജീവിച്ചിരിക്കുന്ന ആളാണോ, അതോ മരിച്ച ആളാണോ, കളിക്കുന്നവരാണോ, റിട്ടയർഡ് ആയിട്ടുള്ള ആളാണോ, റിട്ടയർഡ് ചെയ്യാത്ത ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലേ? പിന്നെ കളിക്കുമ്പോൾ തന്നെ കുറേ സംശയങ്ങളുണ്ട്. ഒരു ലോകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടീമിൽ കളിക്കുന്നവർ മാത്രം മികച്ച ഫുട്ബോളർ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എത്രങ്ങാനും മികച്ച ഫുട്ബോളർമാരുണ്ട്. നമ്മൾ തന്നെ പറയില്ലേ, നമ്മളിങ്ങനെ അവൻ്റെ കളി കണ്ടായി അവിടെ എത്തേണ്ട ചെക്കനാ. അങ്ങനെയൊക്കെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എന്ന് പറയുന്ന ഈ ഇൻഡെഫിനിറ്റ്, അതായത് ഡിഫൈൻ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞ കേസുകൾ വരിക. ഇവിടെ നോക്കിയ മക്കളെ, ഒന്നാമത്തെ ചോദ്യം പറഞ്ഞു, ജൂൺ മാസത്തിലെ ജൂൺ അല്ല, ജെ വെച്ച് തുടങ്ങുന്ന എല്ലാ മാസങ്ങളും ഡിഫൈൻഡ് ആണ്. ആകെ 3 മാസമേ ഉള്ളൂ, ജനുവരി, ജൂണും ജൂലൈയും കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 എഴുത്തുകാർ ഇന്ത്യയിൽ കേട്ടോ, വേറെ രാജ്യങ്ങളൊന്നും പോകാൻ പാടില്ല. 10 എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ എന്തെഴുതുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവാർഡ് കിട്ടിയ ആളെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട്, നന്നായി എഴുതും, കഥ എഴുതും, കവിത എഴുതും, എല്ലാം എഴുതും. ഞങ്ങളെ സംബന്ധിച്ച് അവൻ നല്ലൊരു എഴുത്തുകാരനാ. പക്ഷെ അവൻ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ഇതെന്തല്ല, അത് ഡിഫൈൻഡ് അല്ല. ഇപ്പോൾ എൻ്റെ അയൽവാസിനെ കുറിച്ചിട്ട്, അവൻ്റെ പേര് ജിഷ്ണു എന്നാണ്. എനിക്ക് ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പം ഈ ജിഷ്ണുവിനെ എനിക്ക് ഒരിക്കലും OV വിജയനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല.
വയലാറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ദബ്സി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഇതെന്തല്ല, ഈ രണ്ടാമത്തെ സാധനം ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം തൽക്കാലം എന്നല്ല, അതെന്തല്ല, അത് സെറ്റ് അല്ല. ഇത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 എഴുത്തുകാർ സച്ചിൻ ടെണ്ടുൽക്കർ ബുക്ക് എഴുതിയിട്ടുണ്ട്, MS ധോണി ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ എഴുത്തുകാർ നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജവഹർലാൽ നെഹ്റു അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അബ്ദുൽ കലാം ഏറ്റവും മികച്ച അയൺമാൻ ഓഫ് ഇന്ത്യ, അവരൊക്കെ ബുക്ക് എഴുതിയിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ എഴുത്തുകാരെന്ന ഗണത്തെ കൂട്ടാൻ പറ്റുമോ? ഇല്ല. കൂട്ടാതിരിക്കാം. അപ്പം അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് വരും. അപ്പം എന്ത് ചെയ്യല്ല, ഇത് ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ സെറ്റ് അല്ല. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 11 ബാറ്റ്സ്മാൻമാർ. ഇന്നത്തെ കാലത്ത് ഒബ്വിയസ്ലി പറയും ലോകേഷ് രാഹുൽ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നൊക്കെ പറയും, ഇല്ലേ? എന്നൊക്കെ പറയും. കുറച്ച് പിന്നാലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി പറയും. എന്താ പറയുക, MS ധോണിയുടെ പേര് കൊണ്ടുവരും, ആൾ റിട്ടയർഡ് ആയിട്ടുണ്ട്, ഇല്ലേ? ABD വില്ലിയേഴ്സിനെ കുറിച്ച് പറയും, സൂര്യകുമാർ യാദവ് അതൊക്കെ പറയും, ഡേവിഡ് വാർണർ ഒക്കെ പറയും, കുറച്ച് മുൻപ് റിട്ടയർഡ് ആയ ആളാ. അതിൻ്റെ മുന്നത്തെ, അതായത് ഒരു 90s കിഡ്സ് ഒക്കെ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദർ സെവാഗ്, സ്റ്റീവ് വോ, റിക്കി പോണ്ടിങ്, ആദം ഗിൽക്രിസ്റ്റ് എന്നൊക്കെ പേരുകൾ പറയും. അപ്പോൾ ഇതിൽ നിന്ന് എത്രണത്തെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബേസിസിൽ പറയാൻ പറ്റും? ഈ ക്രിക്കറ്റ് പോലും നിയമങ്ങൾ കൊല്ലം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, പണ്ടൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടല്ലോ, ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം ക്യാച്ച് ഔട്ട് ആണെങ്കിൽ ബാറ്റ്സ്മാൻമാർ ഓടി ക്യാച്ച് ചെയ്യുന്നതിന് മുന്നേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള ആൾ ഇവിടെ വരികയും ചെയ്യും, പുതിയ ആൾ നോൺ സ്ട്രൈക്കർ എൻഡിൽ ഇങ്ങനെ കാത്ത് കാണിയായിരുന്നു കയറുകയും ചെയ്യുക. പക്ഷെ ഇപ്പോൾ റൂൾ മാറിയല്ലോ. കാരണം ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ക്യാച്ച് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓടിയാലും ഓടിയില്ലെങ്കിലും, ക്രോസ് ചെയ്താലും ക്രോസ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യും? പുതിയ ആൾ വരുന്ന ആൾ എന്ത് ചെയ്യുക? ബാറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇതേപോലെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച 10 ബാറ്റ്സ്മാൻമാർ അല്ലെങ്കിൽ 11 ബാറ്റ്സ്മാൻമാർ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ടഫാ. കാരണം 75 മുതൽ ലോകകപ്പ് തുടങ്ങിയ മുതൽ 2024 ഈ നിൽക്കുന്നവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അറിയില്ല, അതെ പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്യണ്ട? റിസ്ക് എടുക്കണ്ട. ഇറ്റ് ഇസ് നോട്ട് എ സെറ്റ്, വെൽ ഡിഫൈൻഡ് അല്ല. അതാണ് റീസൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ആൺകുട്ടികളെയും എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാണോ? ആണ്. എന്താ സംശയമുള്ളത്? നിങ്ങളുടെ ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു 24 ബോയ്സും ബാക്കി 16 ഗേൾസും. ഈ 24 ബോയ്സും നിങ്ങൾക്ക് എല്ലാവർക്കും പേരറിയില്ല. ഈ 24 ആൺകുട്ടികളുടെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കാം. അപ്പം 24 പേര് ഇറ്റ്സ് ഡിഫൈൻഡ് ആണല്ലോ. ആണ്. അപ്പൊ അത് സെറ്റാണോ? അപ്പൊ 4th ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളും സെറ്റാണോ? അതെ, അവർ സെറ്റാണ്. ആ ഓരോ കുട്ടിയും ആ സെറ്റിൽ എലവന്റ് ആയിരിക്കും. ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? നാലാമത്തെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് പറഞ്ഞേ. 4th ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അപ്പൊ അതിന് പകരം നിങ്ങളൊരു ക്വസ്റ്റ്യൻ പറയും. വെരി ഗുഡ്. ദ സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഇൻ യുവർ ക്ലാസ്. അതെ, ആണല്ലെങ്കിൽ പെണ്ണ്. വേണമെന്ന് ഒന്നുകൂടി വേണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല. സെറ്റ് ഓഫ് ഓൾ ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ യുവർ ക്ലാസ്. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അത് ചിലപ്പം 0 ആയിരിക്കാം, എലമെന്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനൊരു വേറെ പേരുണ്ട്, അത് നമ്മൾ പറയുന്നുണ്ട്. അതിനെ നൾ സെറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ ഒരു സാധനം ഈ ഫിസിക്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പൂജ്യം ഒരു വെട്ടിടൂലേ? അതന്നെ. അപ്പം അതിനാണെന്ത് എലമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് നൾ എന്ന് പറയാം. നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വാക്വം എന്നൊക്കെ പറയല്ലേ. വാക്വം എന്ന് പറയണ്ട, നൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പം സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഇൻ എ ക്ലാസ് സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ എ ക്ലാസ് സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അതും സെറ്റാണ്. മക്കളെ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് സെറ്റാണോ? അതെ, അത് സെറ്റായിരിക്കും. അതെന്തായിരിക്കും? അത് സെറ്റായിരിക്കും. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ് മാത്രം എഴുതിയ നോവൽസ് എടുക്കുക. സെറ്റാണോ? സെറ്റാണ്. കാരണം മുൻഷി പ്രേംചന്ദ് എഴുതിയത് മാത്രം എന്ത് ചെയ്യേണ്ടുള്ളൂ? എടുക്കേണ്ടതുള്ളൂ. അത് മാത്രം എന്ത് ചെയ്യേണ്ടുള്ളൂ? നിങ്ങൾ എടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് മക്കളെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാണ്. ഞാനത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പോവുകയാണ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യനിൽ സെറ്റ് എന്താണ്, എന്തല്ല സെറ്റ്, അതായത് ഏതൊക്കെയാണ് സെറ്റ്, ഏതൊക്കെ സെറ്റ് അല്ല എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഹോംവർക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്യണം. അത് നോക്കുക, മനസ്സിലാക്കുക.
അത് സെറ്റാണോ സെറ്റ് അല്ലേ എന്നുള്ള കാര്യം മാത്രം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തല്ല സെറ്റ് അല്ല, അതായത് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തൽക്കാലം ഒഴിവാക്കുക. ഡിഫൈൻഡ് ആണെങ്കിൽ സെറ്റ് ആവില്ല, ഡിഫൈൻഡ് അല്ലെങ്കിൽ അത് സെറ്റ് ആവില്ല, അത് മനസ്സിൽ വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യും, സെറ്റാണോ സെറ്റ് അല്ലേ എന്ന് എങ്ങനെ നമ്മൾ മാറ്റി പറയും, ആ കാര്യമാണ് എന്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ എൻജോയ് ദ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ ക്ലാസ്സുകളിൽ എടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രമിക്കുക, ഒന്നുകൂടി എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക, കാണുക, അതിനെ പ്രോബ്ലംസ് ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യുക, ഹോം വർക്കും കൂടി ചെയ്യുക. ടിൽ ദെൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് മനസ്സിൽ വെക്കാതെ അത് റെക്ടിഫൈ ചെയ്യുക, ക്ലിയർ ചെയ്യുക. മനസ്സിലായല്ലോ? ഫൈൻ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം. ഫൈൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.